പഞ്ചായത്ത് മെമ്പറായ എൽദോസ് ബേബി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എൽദോസ് ബേബി, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പരിതാപകരമായ അവസ്ഥയാണ് എന്നാണ് നമ്മളടുത്ത് ഇത്രയും നേരം സംസാരിച്ച ഓരോരുത്തരും പറയുന്നത്. ഇവിടെ പല കാര്യങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടപ്പിലായിട്ടില്ല. അത് പരിശോധിക്കുമെന്ന് മന്ത്രി പറയുന്നു. അതോടൊപ്പം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. അതിന്റെ മേലല്ലേ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഇവിടെ പരിതാപകരം എന്ന് മാത്രമല്ല, നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ മന്ത്രിയുടെ വാക്കുകൾ ഞാനും കേട്ടു. പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാവുമ്പോൾ, മരണം ഉണ്ടാവുമ്പോൾ അത് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇവിടെ ആളുകൾ രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇവിടെ മരണപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ എല്ലാമായ ആളുകളാണ് ഓരോരുത്തരായിട്ട് ഈ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അതിനെല്ലാം പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേൽ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചിട്ടുണ്ട്. അവർ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നോ രണ്ടോ മൂന്നോ വാക്കുകളിൽ മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾ അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ ജീവിക്കുന്ന ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ എന്ത് ചെയ്യുമെന്നും കൂടി പറയണം. വേണ്ടേ? അത് പറയുന്നില്ല. പിന്നീട് ഇവിടെ ഉദ്യോഗസ്ഥരോട് പലവട്ടം ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെൻസിങ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് ഫെൻസിങ്. അതൊന്നും ഒരു പ്രായോഗികമായ കാര്യങ്ങളോ കാട്ടാന ആക്രമണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നോ രക്ഷപ്പെടാനോ ഒരു മാർഗമേ അല്ല. എങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഫെൻസിങ് പോലും ഈ സ്ഥലത്തിട്ടിട്ടില്ല എന്നുള്ളതാണ് ദയനീയമായ ഒരു കാര്യം. മനസ്സിലായി? ഇവിടെ ഒരു രീതിയിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് സാധനം മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇദ്ദേഹം 44 വയസ്സുള്ള ഈ അദ്ദേഹം മരണപ്പെട്ടത്. അവരുടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. അവർക്ക് അതിനുവേണ്ടി കടന്നു വന്ന് കൂലിവേലയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഇങ്ങനെ സർക്കാരിൽ നിന്ന് ഒരു 5-10 ലക്ഷം രൂപ കൊടുത്തിട്ട് അവരുടെ ജീവിതം തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. ആ കുടുംബത്തിനെ കിട്ടിയോണ്ട് അവരുടെ ഒരു മകൻ നഷ്ടപ്പെട്ട അവർക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. ഇതൊന്നും ചർച്ചയില്ലാതെ ഇവിടെ ഈ വിഷയം ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇവിടുന്ന് കൊണ്ടുപോയി ബോഡി കൊണ്ടുപോയി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വരട്ടെ, ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവട്ടെ. ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഈ ജനങ്ങളും പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നത്. അത് എന്തുകൊണ്ടാണ്? അല്ലാതെ ഇറങ്ങുമ്പോൾ ഉള്ള നിയമക്കുരുക്കുകൾ ഫോറസ്റ്റ് നിയമങ്ങളും പോലീസ് നിയമങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ അകത്തിരുത്തുകയാണ് ഇവർ ചെയ്യുക. ഇപ്പൊ പുതിയ നിയമം ഉണ്ടാക്കുന്ന ഫോറസ്റ്റ് നിയമങ്ങൾ, അവിടെ കയറിയാൽ അറസ്റ്റ് ചെയ്യാം, വാച്ചറിന് പോലും അറസ്റ്റ് ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്ന കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാരന് ജീവിക്കണ്ടേ? ശരിയാണ്. താങ്കൾ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്രത്തോളം വലിയ ആശങ്കയുണ്ട് ആ പ്രദേശത്തെ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മെമ്പറാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ കിണാശ്ശേരിയിൽ തൂക്കുവേലി അടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും താങ്കൾ പഞ്ചായത്ത് മെമ്പറാണ്. എന്നാണ് ഇങ്ങനെയുള്ള നിർദ്ദേശം നൽകിയത് എന്നതിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നാണ്, എത്ര കാലം മുൻപാണ് ഈ ഒരു നിർദ്ദേശം നൽകിയത്? പലവട്ടവും ഈ പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തും എല്ലാം ഉദ്യോഗസ്ഥരും DFO ആയിട്ടും RO ആയിട്ടും ഡെപ്യൂട്ടി ആയിട്ടൊക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നതാണ്. അവർ ഈ പറയുന്നത് ടെൻഡർ ആയിട്ടുണ്ട്, നടപടി ആയിട്ടുണ്ട്, ഇപ്പൊ പണമില്ല, ചെയ്യാനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല, അടുത്ത ദിവസം എന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലാതെ ഇന്ന് അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യും അല്ലെങ്കിൽ നടക്കും എന്ന് പറയാൻ ഇവിടെ അതിലാണ് സംശയം. എത്ര കാലം കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയുള്ള മറുപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട്? എത്ര നാൾ കൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്? ഈ നിർദ്ദേശം, മന്ത്രി പറഞ്ഞ ഈ നിർദ്ദേശം എന്നാണ് ഉണ്ടാകുന്നത്? പറയുന്ന ഒരു നിർദ്ദേശം കൊണ്ട് ഇത് നടക്കുമെന്ന് എനിക്കറിയാം. ഇതിനൊരു ഓർഡർ വേണമല്ലോ, ടെൻഡർ വേണം, ഈ നടപടി നടത്താൻ ടെൻഡർ വേണമല്ലോ, ഇന്ന് പദ്ധതി വെക്കണ്ടേ, ഒരു ഫണ്ട് വെക്കണ്ടേ ഇതിനൊക്കെ. ഇതിലതൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാച്ചേരി ഭാഗത്ത് മറ്റേ ഫെൻസിംഗ് ഇടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറയുമ്പോൾ അതിന് എന്ത് നിർദ്ദേശം, ഏത് രീതിയിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതും കൂടി ഞങ്ങളോട് പറയണം. അല്ലെങ്കിൽ ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ, അതിനൊരു പദ്ധതി വെച്ചിട്ടുണ്ടോ, ടെൻഡർ നടപടികളായിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ ഈ ഒരു മരണം നടക്കുമ്പോൾ, ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോൾ ഈ പറയാണ് ഇങ്ങനെ മന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുക, നാട്ടുകാർ വിശ്വസിക്കുക? അതിനെന്ത് അർത്ഥമുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ചാനലുകാരല്ലേ, നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണം. നാളെ ആള് അന്വേഷിക്കണം. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ പറയുന്നതിൽ ഒന്നും ഒരു അടിസ്ഥാനവും ഇല്ല. താങ്കൾ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അതെ, അദ്ദേഹത്തിന്റെ എൽദോസിന്റെ കുടുംബത്തെ അടക്കം അവർ അത്രത്തോളം വേദനിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ അനുശോചനമൊക്കെ മന്ത്രി രേഖപ്പെടുത്തുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഇനിയൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കുറച്ച് പണമൊക്കെ വരുമായിരിക്കും. പോട്ടെ, ഇപ്പോൾ കളക്ടർ അവിടെ എത്തണം, കൃത്യമായിട്ടുള്ള ചർച്ച നടത്തണം, ഒരു പരിഹാരം ഉറപ്പു തരണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം. അത് സംബന്ധിച്ച് എന്താണ്? കളക്ടർ എത്തുമോ? ഇപ്പോൾ അവിടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ ആരെല്ലാം ഉണ്ട്? ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റുകാരുമായിട്ട് അവരെന്തെല്ലാമാണ് കാര്യങ്ങൾ പറയുന്നത്? ഈ പ്രശ്നം ഒഴിവാക്കാനായിരിക്കുമല്ലോ അവരുടെയും ശ്രമം. അതിനൊരു പരിഹാരം വേണമല്ലോ.
ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ബോഡി കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജനങ്ങളുടെ ഒരു ആവശ്യം, ഇവിടെ ഇതിന് അടിസ്ഥാനപരമായിട്ട് എറണാകുളം ജില്ലയുടെ കളക്ടർ എത്തുക, അദ്ദേഹത്തിൽ നിന്നൊരു ഉറപ്പ് ഈ നാടിന് ലഭിക്കുക എന്നുള്ളതാണ്. ഈ കുടുംബത്തിന്റെ ഒരു മുന്നോട്ടുള്ള പരിരക്ഷ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതൊന്നും നടക്കാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നടക്കില്ല. ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള വികാരമാണ്. അത് നമുക്ക് തടയാൻ കഴിയില്ല. അത് പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. മനുഷ്യരല്ലേ നമ്മള്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായും.